സുഹൃത്തുക്കളുണ്ട്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ സഹായിച്ച കൂട്ടുകാരെ നമ്മൾ മറന്നു പോകുന്നില്ല. പക്ഷെ അവരാരും ഖബറിന്റെ അകത്ത് ഇറങ്ങി കിടക്കൂല നമ്മളോടൊപ്പം. അങ്ങനെ കിടക്കുമായിരുന്നെങ്കിൽ മുസ്താഖ് അഹമ്മദ് എന്ന 10 വയസ്സുള്ള എന്റെ കരടിന്റെ കഷണത്തിന്റെ കൂടെ ഖബറിന്റെ അകത്ത് ഞാൻ ഇറങ്ങിക്കിടക്കുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ഇറങ്ങിക്കിടക്കുമായിരുന്നു. അല്ലാഹുവേ, പടച്ചവനെ, നമുക്കൊക്കെ എത്രയോ വേണ്ടപ്പെട്ടവര് നമ്മളോട് യാത്ര പറഞ്ഞു പോവുകയാണ്. ഉമ്മ മരണപ്പെട്ടു പോയപ്പോ താങ്ങാനാകാതെ ഖബറിന്റെ ചാരത്ത് നിന്ന് കരഞ്ഞവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൂർണ്ണമായ അനുവാദത്തോടുകൂടി ഖബറിന്റെ അകത്ത് ഉമ്മയോടത്ത് ഒരു സുഹൃത്തായി സഹായിയായി ഇറങ്ങിക്കിടക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നിങ്ങൾ കിടക്കുമായിരുന്നല്ലോ. ഇവിടെ വന്ന് പ്രമാണം വാങ്ങിപ്പോയ പ്രിയപ്പെട്ട പൊന്നുപോൽ എന്റെ വാപ്പച്ചി ഒറ്റക്കല്ലേ, സ്നേഹിച്ചു കൊതിതീരാത്ത പ്രിയപ്പെട്ട പൊന്നാര വാപ്പച്ചിയുടെ കൂടെ ആ സ്നേഹം പിടിച്ചു വാങ്ങാ ഞാനും കൂടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് ഖബറിന്റെ അകത്തിറങ്ങി കിടക്കാമായിരുന്നു. പക്ഷേ കഴിയില്ല. എത്ര കരളിന്റെ കഷണത്തെ കൊണ്ടുവച്ചാലും കഴിയില്ല. എത്ര മനസ്സിന്റെ കൊട്ടാരത്തെ കൊണ്ട് ഖബറിന്റെ മണ്ണറക്കൂടിനകത്ത് വെച്ചാലും നിങ്ങൾക്ക് കൂടെ ഇറങ്ങിക്കിടക്കാനും സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും കഴിയില്ല. അപ്പോൾ അവിടെ വരുന്ന കൂട്ടുകാരന് വേണ്ടിയല്ലേ പണിയെടുക്കേണ്ടത്? അവിടെ വരുന്ന കൂട്ടുകാരന് വേണ്ടിയല്ലേ ത്യാഗം ചെയ്യേണ്ടത്? അവിടെ വരുന്ന കൂട്ടുകാരനെയല്ലേ ആദരിക്കേണ്ടത്? ഞാനിത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട വെമ്പായത്തെ തടിച്ചുകൂടിയിരിക്കുന്ന സഹോദരിമാരോട് സഹോദരങ്ങളോട് ചോദിക്കാണ്, നിന്റെ ജീവിതത്തില് ഏറ്റവും നല്ല കൂട്ടുകാരനായിട്ട് ഖുർആനിനെ മാറ്റാ എന്റെ പെങ്ങള് ഇന്ന് വരെ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിന്റെ കൈവെള്ളക്കകത്തിരിക്കുന്ന വീട്ടിന്റെ കറുത്ത നിറമുള്ള റിമോട്ട് ഉണ്ടല്ലോ, ആ റിമോട്ട് ഇരുന്നതിന്റെ ഒരു അംശം പോലും നിന്റെ ഖുർആൻ കയ്യിലിരുന്നിട്ടില്ലല്ലോ. നിന്റെ വീട്ടിന്റെ അകത്ത് വന്ന് വീടുന്ന പ്രസിദ്ധീകരണങ്ങളിലൂടെ കണ്ണോടിച്ചതിന്റെ ഒരു അംശം പോലും അലമാറയുടെ അകത്തള പടുക്കി വെച്ചിരിക്കുന്ന ഖുർആനിലൂടെ കണ്ണോടിച്ചിട്ടില്ലല്ലോ. തൊട്ടുനോക്കിയിട്ടത്ര കാലമായി ചെറുപ്പക്കാരാ. എല്ലാവരും ചിന്തിക്കാൻ വേണ്ടി പറയാണ്, കേവലം ഒരു വാളായി ഒരു പ്രകമ്പനം കൊള്ളിച്ചു പോകാനല്ല. ഈ കസേരയിൽ വന്നിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, അല്ലാഹുവേ, എന്റെ കൈകൊണ്ട് ഖുർആനൊന്ന് തൊട്ടിട്ടത്ര കാലമായി റബ്ബേ, എന്റെ കൈകൊണ്ട് ആ ഖുർആനൊന്ന് നിവർത്തി നോക്കിയിട്ടത്ര നാളായി അല്ലോ. പലരും കഴിയുന്ന റമളാൻ മാസത്തിന്റെ 27-ന് ചന്ദനത്തിരി അടയാളം വെച്ച് മടക്കി വെച്ചതല്ലേ എന്റെ വെമ്പായത്തെ മോളെ. എത്ര വീട് പാവപ്പെട്ടവർക്ക് വെച്ചു കൊടുത്താലും, എത്ര പിഞ്ചോമനകളുടെ കല്യാണം നടത്തി കൊടുത്താലും, എത്ര പാവപ്പെട്ട രോഗികൾക്ക് സഹായം ചെയ്താലും, നിന്റെ വീട്ടിന്റെ അകത്ത വസന്തമാര മലർവനിയാര മധുരമാര മധുവായ മാണിക്യ മധുരമായ പരിശുദ്ധ ഖുർആനിലൂടെ അതിന്റെ വചനാമൃതം ഒരു പേമാരിയായിട്ട് നിന്റെ ഭവനത്തിന്റെ അകത്ത് പെയ്തു വീഴുന്ന കാലം വരെ അല്ലാഹുവിന്റെ മുന്നിൽ നീ മാറ്റി നിർത്തപ്പെടുന്നവളാണ്. അല്ലാഹുവിന്റെ മുന്നിൽ നീ മാറ്റി നിർത്തപ്പെടുന്നവനാണ്. ബാങ്ക് മുഴങ്ങുമ്പോ വെമ്പായം പള്ളിയുടെ അകത്തേക്ക് നമസ്കരിക്കാൻ വേണ്ടി ധൃതി വെച്ചോടിയിട്ട് നിസ്കാരം കിടന്ന് ഇറങ്ങി ഓടുന്ന വെമ്പായപ്പ ചെറുപ്പക്കാരാ, തോന്നിയില്ലല്ലോടാ, നിനക്ക് തോന്നിയില്ലല്ലോ ഒരു 2 മിനിറ്റ് ആ ഖുർആനെന്ന് നിവർത്തി വെച്ചിട്ട് ഒന്ന് പാരായണം ചെയ്യാ എന്റെ പൊന്നുമോനെ, നിനക്ക് തോന്നിയില്ലല്ലോ. തിരക്കായി പോയത് കൊണ്ടാണ്. എന്ത് തിരക്കാണ് നിനക്ക്? അല്ലാഹു തന്ന തിരക്കുകളല്ലേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന തിരക്കുകളല്ലേ. ഒരു വെള്ള കവർ ഒരു സഹോദരൻ കൊണ്ട് തന്നു. അതിനകത്ത് ഒരു 2000 രൂപയാണെന്ന് തോന്നുന്നു. ഉസ്താദെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന നമ്മുടെ ഷംനാദിനെ ഏൽപ്പിക്കാൻ വേണ്ടി ഞാൻ ഉസ്താദിന്റെ കയ്യിലേക്ക് തരാണ്. കണ്ണിങ്ങനെ തുറന്നിരിക്കുന്നു, സംസാരിക്കുന്നില്ല. ആരെയും കാണുന്നുണ്ടോ അറിയുന്നുണ്ടോ ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. ട്യൂബും കുഴലും പൈപ്പും ഒക്കെയായി തലച്ചോറ് വെട്ടി വയറ്റിന്റെ ഒരു ഭാഗത്തേക്ക് എടുത്തു വെച്ച് സർജറി നടത്തിയിട്ട് അങ്ങനെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ശരീരത്തിന്റെ ഉടമ കഴിഞ്ഞ 1.5 മാസക്കാലമായി ഷംനാദ്. ഇത് നമുക്ക് തരാനുള്ളത് അബദ്ധം പറ്റി ഷംനാദിന് സംഭവിച്ചതല്ല, അള്ളാഹു അങ്ങനെ ചെയ്തതല്ല. അള്ളാഹു എല്ലാവർക്കും തരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. നമ്മളൊക്കെ എന്നും യാത്ര ചെയ്യുന്നവരല്ലേ. എന്റെ ഉമ്മ മോള് സ്കൂളിൽ പോകാതെ പരീക്ഷയ്ക്ക് പോകാതെ വാപ്പാന്റെ അടുത്ത് തന്നെ ഇരിക്കാൻ. കുഞ്ഞുമോള്
വാപ്പച്ചി എഴുന്നേക്കലാണ് എനിക്ക് ആവശ്യം. സ്കൂളിൽ പഠിച്ച് വിജയിക്കലൊന്നുമല്ല. എന്റെ പൊന്നാര വാപ്പച്ചി, എന്നെ എടുത്ത് കളിച്ചിരുന്ന വാപ്പച്ചി, ചിരിച്ചുകൊണ്ട് എന്റെ മുമ്പിലേക്ക് ഓടി വന്നിരുന്ന എന്റെ തങ്കക്കുടം, ആ പ്രിയപ്പെട്ട പൊന്നുമോള് പറയുന്നു, വാപ്പച്ചി എഴുന്നേൽക്കുന്നത് വരെ വാപ്പിച്ചാന്റെ കട്ടിലിന്റെ ചാരത്തിരിക്കും. ഇന്നും ഹോസ്പിറ്റലിലാണ് ആ സഹോദരൻ. അൽഹംദുലില്ലാ, കുടുംബം വളരെ കഷ്ടപ്പെടുന്നു, ഒരുപാട് പേര് സഹായിക്കുന്നു. ഈ ഒരവസ്ഥ അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ, ആ സഹോദരന് കൊടുക്കുമ്പോൾ, നാളെ നമുക്കും സംഭവിച്ചുകൂടാന്നൊന്നുമില്ല. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ഈ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനം തിരുവനന്തപുരം ജില്ലയിൽ ആര് ചെയ്യുന്നു? പ്രിയപ്പെട്ടവരെ? ഒരു വസ്തുവും വീടും ഒരു കുടുംബത്തിന് എന്തൊരു മാതൃകായോഗ്യമായ നടപടിയാണ്. ഈ മക്കൾ ഓടി നടന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്നില്ലേ? സംഘടന വളർത്തലല്ല, നാട്ടിൽ ഒരു വലിയ വർഗീയ ലഹളയുണ്ടാക്കലല്ല, ഒരു പക്ഷപാതിത്വം ഉണ്ടാക്കി മഹലിൽ ഫിത്തനയുണ്ടാക്കലല്ല, തീർത്തും കറകളഞ്ഞ കാരുണ്യ പ്രവർത്തനം മാത്രം മുമ്പിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് കനിവിന്റെ വെമ്പായത്ത് പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, നമുക്ക് വേണ്ടത് ഖബറിന്റെ അകത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കൂട്ടുകാരൻ. അവിടെ നമുക്ക് എന്ത് ഗ്യാരണ്ടിയിലാണ് നമ്മൾ പോവാ? പണ്ടൊക്കെ സൗദി അറേബ്യയിലൊക്കെ പോവാന്ന് പറഞ്ഞാൽ അവിടെ പരിചയമുള്ള ആരെങ്കിലും ഇല്ലെങ്കിൽ നെഞ്ചിടിപ്പാണ്, നെഞ്ചിൽ ആളിക്കത്തലാണെത്തി. ഇന്ന് പിന്നെ ആരെങ്കിലും കാണുമല്ലോ എന്നൊരു പ്രതീക്ഷ. പണ്ടത്തെ അവസ്ഥ അങ്ങനല്ല.